നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം 2025 ഡിസംബർ മാസം 20 ശനിയാഴ്ച ദിവസത്തെ കേരള ഗവൺമെന്റിന്റെ കാരുണ്യ ലോട്ടറി ഭാഗ്യത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ കൂടി പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളായിട്ടുള്ള ലോട്ടറി ഭാഗ്യ പരീക്ഷണാർത്ഥികളുമായിട്ട് പതിവ് പോലെ പങ്കുവെക്കുന്നത്. ഈ ശനിയാഴ്ച ദിവസത്തെ ലോട്ടറിയാണ് കാരുണ്യ ലോട്ടറി. കാരുണ്യ ലോട്ടറിയാണ് ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 3 മണി 30 വരെയുള്ള സമയത്ത് നെറുക്കെടുക്കുന്നത്. അപ്പോൾ ഈ നെറുക്കെടുപ്പിൽ കൂടി ഓരോ ദിവസവും ലോട്ടറി നെറുക്കെടുപ്പിൽ കൂടി 10-15,000-ഓളം പേർക്ക് ലോട്ടറി ഭാഗ്യം വന്നു ചേരുന്നുണ്ട്. അവരുടെയൊക്കെ കൈകളിലേക്ക് ധനം വന്നു ചേരുന്നുണ്ട്. ഈ ശനിയാഴ്ച ദിവസം കാരുണ്യ ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷിക്കുന്നവർക്കും ഭാഗ്യദേവത ധനത്തെ കൊടുക്കുന്ന ഒരു ദിവസമാണ്. ഞാനിവിടെ പറയുന്ന ഒരു കാര്യം, ഈ ശനിയാഴ്ച ദിവസം ഏതൊക്കെ ആൾക്കാർക്ക് ലോട്ടറി ഭാഗ്യത്തിന് സാധ്യതയുണ്ടെന്നുള്ളതാണ് ഞാനിവിടെ പറയുന്നത്. സാധ്യത എന്നുള്ളൊരു വാക്കിന്റെ അർത്ഥം പ്രിയപ്പെട്ടവർ മനസ്സിലാക്കണം. സാധ്യത ഉണ്ട് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ലോട്ടറി എന്ന് പറഞ്ഞാൽ ഒരു ഭാഗ്യ പരീക്ഷണമാണ്. അതായത് ജീവിതത്തിൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഭാഗ്യവും ധനവും കൂടെ ഉള്ളവർ ഒരിക്കലും ലോട്ടറി എടുത്ത് ഭാഗ്യവും ധനവും പരീക്ഷിച്ച് നോക്കണ്ട. അവരുടെ ജീവിതത്തിൽ ധനസ്ഥിതിയും ഭാഗ്യകരമായ അനുഭവങ്ങളും കൊണ്ട് അവരുടെ ജീവിതം എപ്പോഴും സമൃദ്ധിയിലായിരിക്കും. എന്നാൽ ജ്യോതിഷം പറയുന്നു, ജനനം കൊണ്ട് ഭാഗ്യമില്ലാത്തവരും ജനനം കൊണ്ട് ധനസ്ഥിതി ഇല്ലാത്തവരും, പ്രത്യേകിച്ച് ധനയോഗത്തെ പറ്റി ഒക്കെ ജ്യോതിഷം പറയുന്നുണ്ട്. ധനപരമായിട്ടുള്ള രാജയോഗത്തെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ദരിദ്ര യോഗത്തെക്കുറിച്ചും പറയുന്നുണ്ട്. അപ്പോൾ ഇതിനിടയ്ക്ക് മധ്യമമായ യോഗമുള്ളവരുമുണ്ട്. ധനത്തിന്റെ സ്ഥിതി മധ്യമമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജ്യോതിഷത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ മധ്യമവും അതിലേക്കും മോശമായ അനുഭവമുള്ളവരും ഒക്കെ അതിൽ നിന്ന് താഴോട്ട്, മധ്യമത്തിൽ നിന്നും താഴോട്ട് കേമധ്രുമ യോഗം എന്ന് പറയുന്ന ഒരു രാജയോഗമാണ് ദരിദ്ര യോഗം. അപ്പൊ അങ്ങനെയുള്ളവരൊക്കെ ജീവിതകാലം മുഴുവൻ ഭാഗ്യത്തിന്റെയും ധനത്തിന്റെയും പുറകെ അലഞ്ഞു നടക്കും. എന്നാൽ ജനിക്കുന്ന സമയത്ത് ഭാഗ്യവും ധനവും കൂടപ്പുറപ്പായിട്ട് ജനിക്കുന്നവരുണ്ട്. അവരുടെ ജീവിതകാലം അവർ സുഷുപ്തിയിലും സമൃദ്ധിയിലും ഒക്കെ അവർ ജീവിക്കും. അവർക്ക് ഇതിന്റെ പുറകെ പോകേണ്ട ആവശ്യമില്ല. അവരെ തേടി എല്ലാം വന്നുകൊണ്ടേയിരിക്കും. എന്നാൽ ജീവിതത്തിൽ തേടി വരാത്തവർ, നമ്മളെ തേടി വരാത്തവർ, അല്ലാതെ ധനവും ഭാഗ്യവും ഇങ്ങോട്ട് വരാത്തവർ ഇതിന്റെ പുറകെ അങ്ങോട്ട് അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് ലോട്ടറി എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് ജീവിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടി, എന്ന് പറഞ്ഞാൽ മേടിച്ചാൽ കൊടുക്കണം, അതൊരു വലിയ പോളിസിയാണ്. കടബാധ്യത വന്നാൽ അത് തിരിച്ചു കൊടുക്കണം. ഒരു സാധാരണക്കാരന്റെ ജീവിതത്തിൽ 1,000 രൂപ വരുമാനം ഉണ്ടെന്ന് വിചാരിക്കുക. ജീവിതത്തിൽ പെട്ടെന്നുണ്ടാകുന്ന ഓരോ സംഭവങ്ങൾ, ആശുപത്രിവാസം, അല്ലെങ്കിൽ മക്കളുടെ വിവാഹം, അല്ലെങ്കിൽ മക്കളുടെ വിദ്യാഭ്യാസം, അങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടി പണം ചെലവഴിച്ച് കടബാധ്യതയിലായി കഴിയുമ്പോൾ ഈ ദിവസവും കിട്ടുന്ന 1000 രൂപ കൊണ്ട് കടമൊന്നും വീടാൻ ചിലപ്പോൾ സാധിച്ചെന്ന് വരത്തില്ല. അപ്പോഴാണ് ഈ ലോട്ടറിയുടെ ഒക്കെ പുറകെ പോകുന്നത്. ഈ ലോട്ടറി ഒരു ആശ്വാസമായി ചിലപ്പോൾ തീരുന്നുമുണ്ട്. ഒട്ടുമിക്ക ആൾക്കാർക്കും ലോട്ടറി ആശ്വാസമായി തീരുന്നുണ്ട്. കാരണം അവർക്ക് നിക്കക്കള്ളിയില്ലാത്ത സാഹചര്യത്തിൽ അവരെ രക്ഷപ്പെടുത്തുന്ന ഒരു സംഭവമാണ് ലോട്ടറി. അപ്പോൾ ഞാനിവിടെ പറയുന്നത്, നിങ്ങൾ ഒരുപാട് ലോട്ടറി ടിക്കറ്റ് എടുക്കരുത്. ഒരു ടിക്കറ്റ് എടുക്കാമുള്ളൂ. ഒരു ലോട്ടറി ടിക്കറ്റ് എടുത്ത് 50 രൂപ കൊടുത്ത്, നിങ്ങൾക്ക് 1000 രൂപ വരുമാനം ഉണ്ടെങ്കിൽ നിങ്ങൾ 50 രൂപ കൊടുത്ത് ഒരു ലോട്ടറി ടിക്കറ്റ് എടുത്ത് നിങ്ങൾ ഭാഗ്യം പരീക്ഷിച്ച് നോക്കുക. പക്ഷെങ്കിൽ നിങ്ങൾ കിട്ടുന്ന 1000-നും 500-നും 600-നും 700-നും ലോട്ടറി ടിക്കറ്റ് എടുത്ത് നിങ്ങളുടെ ജീവിതത്തെ നശിപ്പിച്ച് കളയരുത്. ഇത് നിങ്ങൾക്ക് വേണ്ടി മാത്രം, ഒരാൾക്ക് വേണ്ടി മാത്രമല്ല ഈ ലോട്ടറി ഇറക്കിയിരിക്കുന്നത്. കേരളത്തിൽ 3 കോടി ജനങ്ങളുണ്ട്. അപ്പോൾ സർക്കാർ ഒരു ദിവസം ഒരു 80 ലക്ഷം ടിക്കറ്റ് എങ്കിലും അടിച്ച് ഇറക്കുന്നുണ്ട്. അപ്പോൾ 80 ലക്ഷം പേരും ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷിക്കട്ടെ. മറ്റുള്ളവരുടെ അവസരവും അവകാശവും കൂടെ നിങ്ങളാൽ നിഷേധിക്കപ്പെടരുത്. ഉള്ള ടിക്കറ്റ് മുഴുവൻ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അവർക്കൊരു അവസരം കിട്ടത്തില്ലല്ലോ. അപ്പോൾ നിങ്ങൾ ഒരു ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷിച്ച് നോക്കുക. ഭാഗ്യദേവത നിങ്ങളെ തെരഞ്ഞെടുത്താൽ, നിങ്ങൾ ചിലപ്പോൾ ഒരു 100-ഓ 500-ഓ ആയിരിക്കും പ്രതീക്ഷിക്കുന്നത്. ഭാഗ്യദേവത ചിലപ്പോൾ തെരഞ്ഞെടുത്താൽ നിങ്ങൾക്ക് 25 ലക്ഷമോ 50 ലക്ഷമോ 1 കോടിയൊക്കെ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഏതായാലും പറഞ്ഞു സമയം കളയുന്നില്ല. ഈ ശനിയാഴ്ച ദിവസം കാരുണ്യ ലോട്ടറി ടിക്കറ്റ് എടുക്കുന്ന 27 നക്ഷത്ര ജാതകരിൽ ഏതൊക്കെ നക്ഷത്ര ജാതകർക്ക് ലോട്ടറി ഭാഗ്യം ഉണ്ട് എന്നുള്ളത് പറഞ്ഞ് പെട്ടെന്ന് അവസാനിപ്പിക്കാം. ഈ കുംഭക്കൂറിൽപ്പെട്ട ഔട്ടൻ 2 പാദം, ചതയം, പൂരുട്ടാതി, മുക്കാൽ നാലുകാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവർക്ക് ലാഭകരമായ അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുവാൻ സാധ്യതയുള്ള ഒരു ദിവസമാണ്
ഈ ശനിയാഴ്ച ദിവസം. അപ്പൊ അതുകൊണ്ട് ലോട്ടറി അവർക്കൊരു ലാഭമായി മാറുവാൻ സാധ്യതയുണ്ട്. കുംഭക്കൂറിൽപ്പെട്ട അവിട്ടം 2 പാദം ചതയം പൂരിട്ടാതി മുക്കാൽ നാളുകാർ 50 രൂപ കൊടുത്ത് ഒരു ലോട്ടറി ടിക്കറ്റ് എടുക്കുക. ഉള്ള ടിക്കറ്റ് മുഴുവൻ വലിച്ചു വാരി എടുത്ത് മറ്റുള്ളവരുടെ അവകാശവും അവർക്ക് വന്നു ചേരേണ്ട അനുഭവങ്ങളും ഒക്കെ നിങ്ങളാൽ ഇല്ലാതാക്കരുത്. മുഴുവൻ ലോട്ടറി ടിക്കറ്റ് എടുത്ത് മുഴുവൻ സമ്മാനങ്ങളും നിങ്ങൾ നേടരുത്. ഒരു ടിക്കറ്റ് എടുക്കാവുള്ളൂ എന്നുള്ള കാര്യം കൂടി ഞാൻ ഓർപ്പിക്കുകയാണ്. മീനക്കൂറിൽപ്പെട്ട പൂരുട്ടാതി കാലത്തുട്ടാതി രേവതി നാളുകാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കും ലോട്ടറി ഭാഗ്യത്തിന് സാധ്യതയുള്ള ദിവസമാണ്. ഈ നാളുകാരായിട്ടുള്ള ലോട്ടറി വ്യാപാരികൾ, ലോട്ടറി തൊഴിലാളികൾ, കച്ചവടക്കാർക്കൊക്കെ ലോട്ടറി വിൽപ്പനയിൽ കൂടി നേട്ടം ഉണ്ടാകുന്ന ഒരു ദിവസമാണ്. വിൽക്കുന്ന ലോട്ടറി ടിക്കറ്റിന് സമ്മാനം ലഭിക്കുവാൻ സാധ്യതയുള്ള ഒരു ദിവസമാണ്. അപ്പോൾ മീനക്കൂറിൽപ്പെട്ട പൂരുട്ടാതി കാലത്തുട്ടാതി രേവതി നാളുകാരും ലോട്ടറി ഭാഗ്യത്തിന് തയ്യാറായിട്ട് 50 രൂപ കൊടുത്ത് ലോട്ടറി ടിക്കറ്റ് എടുക്കുകയോ അല്ലെങ്കിൽ വിൽക്കുന്നവർ അതനുസരിച്ച് ലോട്ടറി ടിക്കറ്റ് ഒക്കെ എടുത്ത് വിൽക്കുവാനും ശ്രമിക്കുക. ഇനിയും മേടക്കൂറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തിക കാൽ നാളുകാർക്ക് ഭാഗ്യം കൊണ്ട് ലോട്ടറി ഭാഗ്യം വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. ഈ നാളുകാരും 50 രൂപ എടുത്ത് ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷിച്ച് നോക്കുക. മിഥുനക്കൂറിൽപ്പെട്ട മകരം 2 പാദം തിരുവാതിര പുണർത മുക്കാൽ നാളുകാർക്കും ലോട്ടറി ഭാഗ്യത്തിന് സാധ്യതയുള്ള ഒരു ദിവസമാണ്. അപ്പോൾ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ചേർന്ന് ഒരു ലോട്ടറി ടിക്കറ്റ് ഒക്കെ എടുത്ത് നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ വഴിപാടുകളും നിങ്ങളുടെ വിഷമവും ഒക്കെ കണ്ട് ഭാഗ്യദേവത ലക്ഷ്മി ദേവി പ്രസാദിച്ചാൽ നിങ്ങൾക്ക് ലോട്ടറി ഭാഗ്യം വന്നു ചേരുവാൻ സാധ്യതയുള്ള ഒരു ദിവസമാണ്. അപ്പോൾ നിങ്ങളുടെ ദാമ്പത്യ ജീവിതം ശോഭിക്കും. അപ്പോൾ നിങ്ങളുടെ ജീവിതം നല്ല നിലയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ ധനം ഭാഗ്യദേവത ലക്ഷ്മി ദേവി തരുന്ന ദിവസമാണ്. അതുകൊണ്ട് ഇപ്രകാരം നിങ്ങൾ ചെയ്യുക. ഇനിയും ചിങ്ങക്കുറിൽപ്പെട്ട മകം പൂര ഉത്തരം കാൽ നാളുകാർ ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷിച്ച് നോക്കുക. ഭാഗ്യദേവത അനുഗ്രഹിച്ചാൽ ലോട്ടറി ഭാഗ്യത്തിന് സാധ്യതയുണ്ട്. കന്നിക്കുറിൽപ്പെട്ട ഉത്തരം മുക്കാൽ അത്താൻ ചിത്ര 2 പാദം നാളുകാർക്കും ലോട്ടറി ഭാഗ്യം വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു വീടോ വസ്തുവോ വാഹനമോ ഒക്കെ വാങ്ങിക്കുവാൻ ഭാഗ്യദേവത കടാക്ഷിച്ചാൽ സാധിക്കുന്ന ഒരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞ് ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷിച്ച് നോക്കുക. വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം കാല അനിഴം കേട്ട നാളുകാർക്ക് ലോട്ടറി ഭാഗ്യത്തിന് സാധ്യതയുള്ള ഒരു ദിവസമാണ്. അതുകൊണ്ട് ഈ നാളുകാരും 50 രൂപ കൊടുത്ത് ഒരു ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷിച്ച് നോക്കിയാൽ നിങ്ങളുടെ കുടുംബത്തിന്റെ സ്ഥിതിയും ധനസ്ഥിതിയും ഒക്കെ മാറുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങളെ ലക്ഷ്മി ദേവി കൂട്ടിക്കൊണ്ടു പോകും. ഭാഗ്യദേവത നിങ്ങളെ അനുഗ്രഹിക്കും. അപ്പോൾ വലിയൊരു മാറ്റമൊക്കെ പ്രതീക്ഷിക്കാം. അപ്പോൾ ഇവിടെ പറഞ്ഞ നാളുകാരൊക്കെ ടിക്കറ്റ് എടുക്കുക. പറയാത്ത നാളുകാരൊക്കെ ജീവിതാനുഭവം കൊണ്ട് നല്ല സമയമാണെങ്കിൽ നിങ്ങളും ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷിച്ച് നോക്കുക. ഭാഗ്യദേവത അനുഗ്രഹിച്ചാൽ ലോട്ടറി ഭാഗ്യത്തിൽ കൂടി നല്ലൊരു ധനസ്ഥിതി നിങ്ങൾക്കുണ്ടാകും എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു തരുവാനുള്ളത്. ഇപ്പൊ ജ്യോതിഷപരമായിട്ടുള്ള ഒരു അറിവാണ് ഞാൻ പറഞ്ഞു തന്നത്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുമെന്നുള്ളതല്ല. നിങ്ങളിൽ നിന്നും ഭാഗ്യദേവത തിരഞ്ഞെടുക്കുന്നവർക്കായിരിക്കും ലോട്ടറി ഭാഗ്യം ഉണ്ടാകുക എന്നുള്ളതും വസ്തുതാപരമായിട്ട് മനസ്സിലാക്കണം. ഇനി ഞാൻ പറയുന്നത് സംഖ്യാശാസ്ത്രപരമായി ടിക്കറ്റ് എടുത്ത് എങ്ങനെ പരിശോധിച്ച് നോക്കാം എന്നും പറയാൻ പോവുകയാണ്. നിങ്ങൾക്ക് കിട്ടുന്ന ലോട്ടറി ടിക്കറ്റിലെ നമ്പറുകൾ കൂട്ടി നോക്കുക. 4 അക്ക നമ്പറുകളും 6 അക്ക നമ്പറുകളും കൂട്ടി നോക്കുമ്പോൾ 1 വരിക, 2 വരിക, 6 വരിക അങ്ങനെയുള്ള ടിക്കറ്റുകളൊക്കെ എടുത്ത് ഭാഗ്യം പരീക്ഷിച്ച് നോക്കുക. ഭാഗ്യദേവത അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു.